നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുനിലേക്ക് 10ാം ദിനവും തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അർജുന്റെ ലോറി കണ്ടെത്തിയതടക്കമുള്ള വിവരമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതേസമയം അർജുന്റെ ലോറിയുടെ GPS എത്ര മിനിറ്റ് പ്രവർത്തിച്ചു എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. അപകടം നടന്ന ഏകദേശം പരമാവധി 19 മിനിറ്റ് വരെ മാത്രമാണ് GPS പ്രവർത്തിച്ചതെന്ന സൂചനകൾ പുറത്തുവരികയാണ്. അപകടം നടന്ന് 2 ദിവസം കഴിഞ്ഞും GPS പ്രവർത്തിച്ചു, എഞ്ചിൻ ഓണായി എന്നതടക്കമുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. GPS ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ 16 രാവിലെ 8:49 നേരത്തെ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 8:30 മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ്. ഈ സമയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇതുപ്രകാരം മണ്ണിടിച്ചിലുണ്ടായി ഏകദേശം 19 മിനിറ്റുകൾക്കകം ലോറിയുടെ GPS പ്രവർത്തനരഹിതമായി എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി GPS കാണിക്കുന്നത് ഷിരൂരിൽ തന്നെയാണ്. GPS മാപ്പിൽ അതിനുശേഷം കാണിക്കുന്നത് വണ്ടി ഷിരൂരിൽ ഓഫ്ലൈനായി എന്ന് സൂചിപ്പിക്കുന്ന റെഡ് സിഗ്നലാണ്. അർജുൻ ഓടിച്ചിരുന്നത് KA 50A7427 എന്ന രജിസ്ട്രേഷനുള്ള സാഗർ കോയ ടിംബേഴ്സ് ലോറിയാണ്. സംഭവ ദിവസം അർജുൻ 181 കിലോമീറ്ററാണ് വാഹനം ഓടിച്ചത്. ആകെ 6 മണിക്കൂർ 30 മിനിറ്റ് യാത്രാ സമയം. അങ്ങനെയെങ്കിൽ അർജുൻ യാത്ര തുടങ്ങിയത് പുലർച്ചെ 2-നായിരിക്കാനാണ് സാധ്യത. വാഹനം ഓടിച്ചത് മണിക്കൂറിൽ പരമാവധി 74 കിലോമീറ്റർ വരെ വേഗതയിലാണ്. പല ഘട്ടങ്ങളിലായി 1 മണിക്കൂർ 15 മിനിറ്റ് വണ്ടി ഓൺ ചെയ്ത് വെച്ച് വിശ്രമിച്ചതായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്രമിച്ച സമയം 14 മിനിറ്റ് 25 സെക്കൻഡാണ്. ഇത് ചിലപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ധാബയ്ക്ക് സമീപം ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ 8:15 അർജുനും ലോറിയും അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവുക. വണ്ടി ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാവാനും വണ്ടി തകർന്ന് പവർ ഓഫ് ആയതുമാവാം GPS കട്ടാകാൻ കാരണമെന്നാണ് നിഗമനം. ലോറി ഉടമ GPS ലൊക്കേഷൻ ആപ്പിൽ നോക്കിയാണ് വണ്ടി അപകടത്തിൽപ്പെട്ടതെന്ന് കണ്ടെത്തിയത്. ലഭ്യമായ രേഖകൾ പ്രകാരം അപകട സമയത്ത് പകുതിയിലേറെ ഇന്ധനവും ഓയിലും വണ്ടിയുടെ ടാങ്കിലുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അർജുനെ കണ്ടെത്താനാകും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് എവരും ഷിരൂരിലേക്ക് ഉറ്റുനോക്കുന്നത്. ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏവരും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയുമാണ് ഈ മണിക്കൂറിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 ദിവസങ്ങൾ പശ്ചിമഘട്ടത്തിലെ ഷിരൂർ മലനിരകളിലേക്ക് ശ്രദ്ധിച്ച് കേരളം മുഴുവൻ ആശങ്കയോടെ ചോദിച്ച ചോദ്യമാണ് അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ? ആ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തത വന്നിരുന്നു. പകുതി ഉത്തരം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിലുണ്ടെന്ന് വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസം. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ, പ്രാർത്ഥന. ലോറി പുഴയിൽ നിന്ന് ഇന്ന് പുറത്തെടുക്കാനാകുമെന്നാണ് കരുതുന്നത്. ഇതിനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ രാത്രി തന്നെ സ്ഥലത്തെത്തിച്ചിരുന്നു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 5 മീറ്റർ ആഴത്തിൽ ലോറിയുണ്ടെന്നും അത് അർജുൻ ഓടിച്ചത് തന്നെയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്തെത്താൻ നാവികസേനാ സംഘവും മുങ്ങൽ വിദഗ്ധരും ശ്രമിച്ചു. പക്ഷേ കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം തന്നെ നല്ല വാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മളായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.